2-വേ സ്ലാബിൻ്റെ ഡിസൈൻ പ്രൊസീജിയർ ഇതായിരുന്നു. ടൈപ്പ് ഓഫ് സ്ലാബ് ഏതാണെന്ന് നോക്കാൻ ആദ്യം ലോങ് സ്പാൻ ബൈ ഷോർട്ട് സ്പാൻ ചെയ്തു. LY/LX <= 2 ആണെങ്കിൽ അത് 2-വേ സ്ലാബാണ്. അതിനുശേഷം എഫക്റ്റീവ് ഡെപ്തും ഓവറാൾ ഡെപ്തും കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മൾ നേരത്തെ ചെയ്തിരുന്ന പോലെ, അതായത് 1-വേ സ്ലാബിൻ്റെ ചെയ്തിരുന്ന പോലെയല്ല ക്യാപിറ്റൽ D കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ടായിട്ട് അതിൽ നിന്ന് സ്മോൾ d കണ്ടെത്തല്ല ഇതിൽ ചെയ്യുന്നത്. ഇതിൽ 2 ക്രൈറ്റീരിയ ഉണ്ട്. അതിൽ ക്രൈറ്റീരിയ 1 എന്ന് പറയുന്നത് ഡെപ്ത് ഈസ് റിക്വയർഡ് ഈസ് മച്ച് ലെസ് ദാൻ കമ്പയർഡ് ടു 1-വേ സ്ലാബ്. 1-വേ സ്ലാബിൻ്റെ അത്ര ഡെപ്ത് 2-വേ സ്ലാബിന് വരില്ല. ഇഫ് ഷോർട്ട് സ്പാൻ നമുക്ക് തരുന്ന ക്വസ്റ്റ്യനിലുള്ള LY/LX ഉണ്ടാവും. ഇപ്പോൾ 3, 4 എന്നൊക്കെ ഉണ്ടാവും. അതിലെ ഷോർട്ട് സ്പാൻ, അതായത് 3 എന്ന് പറയുന്നത്, അതാണ് ഇപ്പോൾ ഷോർട്ട് സ്പാൻ. 3/4 പറയുമ്പോൾ 3 ആവും. ഈസ് ലെസ് ദാൻ 3.5 മീറ്റർ, അതായത് 3.5 മീറ്ററിൽ കുറവുള്ള ഷോർട്ട് സ്പാൻ ആണെങ്കിലും ലൈവ് ലോഡ് ഈസ് ലെസ് ദാൻ 3.5, തന്ന ലൈവ് ലോഡ് പറയുന്നത് 3.5ൽ കുറവാണെന്നുണ്ടെങ്കിൽ LX/D റേഷ്യോ എടുക്കേണ്ടത് IS കോഡ് പ്രകാരം സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബ് ആണെങ്കിൽ 35ഉം കണ്ടിന്യൂസ് സ്ലാബ് ആണെങ്കിൽ 40ഉമാണ്. പക്ഷേ ഈ വാല്യൂ തന്നെ എടുക്കേണ്ടത് നമ്മൾ FE 250 ഒക്കെ ആണെന്നുണ്ടെങ്കിലാണ്, FE 500 ആണെങ്കിലാണ് ഇത് 35ഉം 40ഉം എടുക്കേണ്ടത്. നേരെ മറിച്ച് HYSD ബാർ, അതായത് 415 ബാർ ആണെന്നുണ്ടെങ്കിൽ ഈ 2 വാല്യൂവിനെയും 0.88 മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതാണ്. സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബ് ആണെങ്കിൽ 28ഉം കണ്ടിന്യൂസ് സ്ലാബ് ആണെങ്കിൽ 32ഉം. നമുക്കിപ്പോൾ ആദ്യം ഇതേ നോക്കണ്ടുള്ളൂ. ക്രൈറ്റീരിയ 1ൽ സ്പാൻ എന്ന് പറയുന്നത് 3.5 മീറ്ററിൽ കുറവും ലൈവ് ലോഡ് പറയുന്നത് 3.5 kN/m² ആണെന്നുണ്ടെങ്കിൽ നമുക്ക് FY 450 തന്നെയാണ് അധികം വരിക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബ് ആണ് എടുക്കേണ്ടത്, കണ്ടിന്യൂസ് അല്ല. കണ്ടിന്യൂസ് ആണെങ്കിൽ ഡിസൈൻ മാറും. അപ്പോൾ സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബിൻ്റെ വാല്യൂ 28ആണ്. ഇനി നേരെ മറിച്ച് 250ഉം 500 ആണ് തരുന്നതെന്നുണ്ടെങ്കിൽ സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബിന് 35 കൊടുത്ത് ചെയ്യണം. ഇനി രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 2-വേ സ്ലാബിൻ്റെ ഷോർട്ട് സ്പാൻ എന്ന് പറയുന്നത് 3.5 മീറ്ററിൽ കൂടുതലാണ്. അതുപോലെ തന്നെ ലൈവ് ലോഡ് എന്ന് പറയുന്നത് 3 kN/m² കൂടുതലാണ് എങ്കിൽ നമ്മൾ LX/D റേഷ്യോ 25 മുതൽ 30 വരെ എടുക്കണം. നോട്ട് എഴുതിയാൽ 20:30 എന്നാവും ഉണ്ടാവുക. അപ്പോൾ 20:30 തന്നെ മതി. പക്ഷെ നമ്മൾ എടുക്കുമ്പോൾ LX/D എപ്പോഴും അതിൻ്റെ ബിറ്റ്വീനുള്ള വാല്യൂ 25 എന്നുള്ള വാല്യൂ എടുക്കുക. ഓക്കെ, ഇതിൽ 25:30 ആണെന്നുണ്ടെങ്കിൽ ഞാൻ ടെക്സ്റ്റ് ബുക്ക് വേറെ റെഫർ ചെയ്തതാണ്. 20:30 വാല്യൂ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, 25 എന്നുള്ള വാല്യൂ എടുക്കുക. 20-ൻ്റെയും 30-ൻ്റെയും ഇടയിലാണല്ലോ. ദെൻ ഓവറാൾ ഡെപ്ത് D. ഓവറാൾ ഡെപ്ത് D കാണാൻ എഫക്റ്റീവ് ഡെപ്ത്, നമുക്ക് ഇതിൽ നിന്ന് എഫക്റ്റീവ് ഡെപ്ത് സ്മോൾ d ആണ് കിട്ടുക. LX അറിയാം, D അറിയാം, 25 D അറിയില്ല. 25:30 വാല്യൂ എടുത്ത് അതിൽ നിന്ന് D കിട്ടും. D കിട്ടിക്കഴിഞ്ഞാൽ ഡീൻ്റെ കൂടെ നമ്മളൊരു കവർ ആഡ് ചെയ്ത് കൊടുക്കുക. 20 അങ്ങനെയൊക്കെയാണ്, 20, 15 കവർ, 20 ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഓവറാൾ ഡെപ്ത് കിട്ടും. എഫക്റ്റീവ് ഡെപ്ത് പ്ലസ് ക്ലിയർ കവർ, അതിൻ്റെ കൂടെ ഡയമീറ്റർ ഓഫ് ബാർ. ബാർ നമ്മൾ എത്രയാണ് കൊടുക്കുന്നത് വെച്ചാൽ മെയിൻ ബാർ 10 ആണ് കൊടുക്കുക എപ്പോഴും. അപ്പോൾ മെയിൻ ബാർ 10 ആകുമ്പോൾ 10/2 5 എന്ന് വരും. ഇതാണ് ക്യാപിറ്റൽ D എന്ന് പറയുന്നത്. അടുത്തത് എഫക്റ്റീവ് സ്പാന് കാണണം, LXും കാണണം, അതുപോലെ തന്നെ LYയും കാണണം. നമുക്ക് 2 സ്പാനിലും ചെയ്യും 2-വേ സ്ലാബ്. അപ്പോൾ എഫക്റ്റീവ് സ്പാന് LXും കാണുക, LYയും കാണുക. അതിലത് എഴുതിയിട്ടില്ല. എഫക്റ്റീവ് സ്പാൻ കാണുമെന്നാവും നിങ്ങൾ നോട്ടിൽ എഴുതിയിട്ടുണ്ടാവുക. ഓക്കെ, ഇനി അതിന് ശേഷം ലോഡ് കാൽക്കുലേഷനാണ്. ലോഡ് കാൽക്കുലേഷനിൽ സെൽഫ് വെയിറ്റ് ഓഫ് സ്ലാബ് ഉണ്ടാവും, ലൈവ് ലോഡ് ഉണ്ടാവും, അതുപോലെ തന്നെ ഫ്ലോർ ഫിനിഷും ഉണ്ടാവും. എന്നിട്ട് കിട്ടിയ ലോഡിനെ ഇവിടെ ഫാക്ടർ ചെയ്യണം. നമ്മൾ സാധാരണ ബെൻഡിങ് മൊമെൻറ്റ് കണ്ടിട്ടാണ് ഫാക്ടർ ചെയ്യൽ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ആദ്യം കിട്ടിയ ലോഡിനെ ഫാക്ടർ ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, ഇനി നമുക്ക് ബെൻഡിങ് മൊമെൻറ്റ് കാണാൻ 2 കോഎഫിഷ്യൻ്റ് ഉണ്ട്, α/Xും α/Yയും. അതായത് പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ കോഡിൽ 26, 27 പേജിൽ എങ്ങനെയാണ് α/X α/Y, അല്ലാതെ ഇപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് അതിൽ ഡീറ്റെയിൽ ആയിട്ട് കോഡ് വെച്ച് പറഞ്ഞു തരുന്നുണ്ട്, അത് നോക്കാം. അപ്പോൾ നമുക്ക് α/Xും α/Yയും കാണണം. അതെന്ന് പറയുന്നത് LY/LX എന്നുള്ളതിൻ്റെ റേഷ്യോനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ α/Xും α/Yയും വരുന്നത്. അതിനുശേഷം ബെൻഡിങ് മൊമെൻറ്റും ഷിയർ ഫോഴ്സും കാണുക. ഷിയർ ഫോഴ്സ് നമ്മൾ ലാസ്റ്റ് ഷിയർ ചെക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടാൽ മതി, ബെൻഡിങ് മൊമെൻറ്റ് മാത്രം കാണാം. MUX പറയുന്നത് α/X × W × LX² ആണ്. MUY പറയുന്നത് α/Y × WY × LX² ആണ്. ഓക്കെ, അത് നോക്കണം. MUXും MUY, അതായത് ഷോർട്ടർ സ്പാനിലെ മൊമെൻറ്റും ലോങ്ങർ സ്പാനിലെ മൊമെൻറ്റും. അതിനുശേഷം ഡെപ്ത് ചെക്ക് ചെയ്യുക എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ ഇൻ കേസ് ചെയ്തില്ല എന്ന് വെച്ചാൽ കുഴപ്പമില്ല, ചെയ്താലും കുഴപ്പമില്ല. ഇപ്പം ഞാൻ പറയുന്ന പ്രോബ്ലത്തിൽ എഫക്റ്റീവ് ഡെപ്ത് ചെക്ക് ചെയ്യുന്നുണ്ടാവില്ല, ചെയ്യണമെന്നില്ല, എന്നാലും ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. അപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും റിക്വയർഡ് ഡെപ്ത് എന്ന് പറയുന്നത് ആദ്യം ചെക്ക് ചെയ്ത ഡെപ്തിനോട് സേഫ് ആണോ എന്ന് നോക്കുക. അതിലേതാണോ ഹയർ ഡെപ്ത് അത് എടുത്തിട്ട് ചെയ്തു പോവുക.
അതിനുശേഷം ഏരിയ ഓഫ് സ്റ്റീലിൻ്റെ ഏരിയ കാണുക, സ്പേസിങ് കാണുക, ഷിയർ കാണുക, ഡിഫ്ലക്ഷൻ ചെക്ക് ചെയ്യുക. ടോർഷണൽ റീഇൻഫോഴ്സ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ പ്രൊവൈഡ് ചെയ്യുക. അതായത് ടോർഷണൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഷാൽ ബി പ്രൊവൈഡഡ് അറ്റ് എനി കോർണർ വെർ സ്ലാബ് ഈസ് സിംപ്ലി സപ്പോർട്ടഡ് ഓൺ ബോത്ത് എഡ്ജസ് മീറ്റിംഗ് അറ്റ് ദി കോർണർ. അതായത് നമ്മൾ ഈ ടോർഷണൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഏത് കോർണറിലും പ്രൊവൈഡ് ചെയ്യും സിംപ്ലി സപ്പോർട്ടഡ് ആണെന്നുണ്ടെങ്കിൽ. എല്ലാ എഡ്ജും ഒരു കോർണറിൽ മീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കേസിലാണ് കൊടുക്കുക. ഇറ്റ് ഷാൾ കൺസിസ്റ്റ് ഓഫ് ടോപ്പ് ആൻഡ് ബോട്ടം റീഇൻഫോഴ്സ്മെൻറ്റ്. ഈച്ച് ലെയേഴ്സ് ഓഫ് ബാർ പാരലൽസ് placed parallel to the sides of slab extending from the edges minimum distance 1/5 of the short span. അതായത് നമ്മൾ കൊടുക്കുന്നത് LX/5 LX/5 ഇതേപോലത്തെ ഒരു മെഷ് നമ്മൾ 4 കോർണറിലും പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുക. LX/5 LX/5 എന്നുള്ള ഡിസ്റ്റൻസിൽ ഒരു മെയിൻ സ്ലാബിൻ്റെ ഉള്ളിൽ ഇതേപോലത്തെ ഒരു ഇത് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ. ദ ഏരിയ ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് ഓഫ് ഈച്ച് ലെയർ 3/4 ഓഫ് അതിൻ്റെ ഏരിയ എന്ന് പറയണത് ഇതിൻ്റെ ഏരിയ എന്ന് പറയണത് AST = 3/4 ഓഫ് ASTX. അതായത് ഷോർട്ടർ സ്പാനിൽ കിട്ടിയ ASTൻ്റെ 3/4 ആയിരിക്കും ഇവിടെ കൊടുക്കേണ്ട നമ്മളെ റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതാണ് ടോർഷണൽ റീഇൻഫോഴ്സ്മെൻറ്റ് പറയുന്നത്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് പ്രോബ്ലത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം എങ്ങനെയാണ് ചെയ്യേണ്ടത് വെച്ചാൽ. 2-way സ്ലാബിൻ്റെ ഡിസൈൻ പ്രോബ്ലത്തിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസൈൻ എ സ്ലാബ് ഓവർ എ റൂഫ് ഓഫ് 4 meter by 6 meter. The edges of slab are simply supported, corners are not held down. The live load on the slab is 3000 Newton per mm square. Slab has a bearing of 150 mm on the supporting wall. Use M20 and FE 415. ഓക്കെ. അതായത് ഒരു സ്ലാബ് ഡിസൈൻ ചെയ്യണം. ഒരു റൂഫ് സ്ലാബാണ്. ആ റൂഫ് സ്ലാബ് എന്ന് പറയുന്നത് 4 meter by 6 meter സ്പാൻ. അതായത് LX അറിയണത് 4 meter, ഷോർട്ടർ സ്പാൻ അറിയണത് 4 meter, ലോങ്ങർ സ്പാൻ അറിയണത് 6 meter. ദി എഡ്ജസ് ഓഫ് സ്ലാബ് ആർ സിംപ്ലി സപ്പോർട്ടഡ്. അതായത് ഈ സ്ലാബ് പറയുന്നത് എന്താണ്? സിംപ്ലി സപ്പോർട്ടഡ് ആണ്. ഓൺ കോർണേഴ്സ് ആർ നോട്ട് ഹെൽഡ് ഡൗൺ. കോർണേഴ്സ് നോട്ട് ഹെൽഡ് ഡൗണും കോർണേഴ്സ് ഹെൽഡ് ഡൗണും ഉണ്ട്. കോർണേഴ്സ് നോട്ട് ഹെൽഡ് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ 1 story സിംഗിൾ സ്റ്റോറി ബിൽഡിംഗ് ഉണ്ടാവില്ലേ, അതിൻ്റെ സെൻറ്ററിൽ മാത്രമാണ്, അതായത് സിംപ്ലി സപ്പോർട്ടഡ് ആണ്, അതിൻ്റെ സെൻറ്ററിൽ മാത്രമാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്. മറ്റേത് നോട്ട് നല്ല ഹെൽഡ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ സ്ലാബിൻ്റെയും ഒക്കെ വെയിറ്റ് എഡ്ജസ്റ്റിൽ ആക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ മീനിങ് ആണ് ഹെൽഡ് ഡൗൺ എന്ന് പറയുന്നത്. കോർണേഴ്സ് ആർ ഹെൽഡ് ഡൗൺ എന്ന് പറയുന്നത്. ഇവിടെ നോട്ട് ഹെൽഡ് ഡൗൺ ആയതുകൊണ്ട് സെൻട്രൽ ആക്ടിങ് ലോഡ് മാത്രമുള്ള, അതായത് സ്റ്റോറി ബിൽഡിംഗ് ആണ്. Then the live load of the slab is 3000 Newton per mm square. 3000 Newton per mm square എന്ന് പറയുന്നത് 3 kN per meter square ആണ്. സ്ലാബ് ഹാസ് എ ബിയറിംഗ് ഓഫ് 150 mm ഓൺ സപ്പോർട്ടിംഗ് വാൾ. അതായത് വാൾ തിക്നെസ് ഇപ്പം നമ്മൾ ടു സെൻറ്റർ ഡിസ്റ്റൻസ് കാണുന്ന സമയത്ത് ക്ലിയർ സ്പാൻ പ്ലസ് 2 വാൾ തിക്നെസ് ഇപ്പോൾ 230 ആണെങ്കിൽ 230/2 ചെയ്യണ സ്ഥാനത്ത് ഇത് ബിയറിംഗ് 150 mm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.15 അതിൻ്റെ സെൻറ്ററിലേക്കാണ് സ്ലാബ് കയറി നിൽക്കുന്നത്. അത് 150 എന്ന് പറയുന്നത്. യൂസ് M20 ആൻഡ് FE 415. ഇത് കോൺക്രീറ്റും സ്റ്റീലും ഗ്രേഡും. ഗിവൺ ഡാറ്റാസ് എഴുതാം. LX 4 meter, LY 6 meter, ലൈവ് ലോഡ് 3000 Newton per mm square അറിയണത് 3 kN per meter square, ബിയറിംഗ് അറിയണത് 150 mm, FCK അറിയണത് 20 Newton per mm square, FY അറിയണത് 450 Newton per mm square. ഫസ്റ്റ് ചെയ്യേണ്ടത് 1-way സ്ലാബ് ആണോ 2-way സ്ലാബ് ആണോ നോക്കുക. കണ്ടാൽ തന്നെ അറിയാം 6/4 വലിയ ഡിഫറൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ 2-നേക്കാൾ ചെറുതാണ്. 2-നേക്കാൾ ചെറുത് 1.5 ആണ് കിട്ടിയിട്ടുള്ളത്. അതായത് 2-way സ്ലാബാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഓവറാൾ ഡെപ്ത് കാണണം. ഓവറാൾ ഡെപ്ത് കാണുമ്പോൾ നമ്മൾ 1-way സ്ലാബിൽ ഡെപ്ത് കണ്ടിരുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. സ്പാൻ ഡിവൈഡഡ് ബൈ 20 പ്ലസ് മോഡിഫിക്കേഷൻ ഫാക്ടർ പ്ലസ് കവർ. അത് 1-way സ്ലാബിന് മാത്രമുള്ള ഡെപ്ത് കാണാനുള്ള ഇക്വേഷനാണ്. ഇതിൽ നമുക്ക് ഡെപ്ത് കാണണമെങ്കിൽ 2 ക്രൈറ്റീരിയാസ് ഞാൻ എഴുതി തന്ന നോട്ടിൽ എഴുതാൻ പറഞ്ഞതിലുണ്ടായിരുന്നു ഇല്ലേ. ക്രൈറ്റീരിയ 1 ഇതായിരുന്നു. ഷോർട്ട് സ്പാൻ എന്ന് പറയണത് LX എന്ന് പറയണത് 3.5 മീറ്ററിൽ കുറവും ലൈവ് ലോഡ് പറയണത് 3.5 kN per m square കുറവുമാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ LX/D = 28 എന്നുള്ള കൺസിഡറേഷനിൽ എടുക്കണം. 28 എന്ന് മാത്രമല്ല, ഞാൻ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് 415 സ്റ്റീലാണെന്നുണ്ടെങ്കിൽ 28, സിംപ്ലി സപ്പോർട്ടിന് 28, കണ്ടിന്യൂസ് ആണെങ്കിൽ വേറെ വാല്യൂ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കേസിൽ ക്രൈറ്റീരിയ 1 ആണ് വരുന്നത്. നമ്മൾ സിംപ്ലി സപ്പോർട്ടറാണെന്ന് 415 സ്റ്റീലും ആണെങ്കിൽ LX/D = 28. ഇനി ക്രൈറ്റീരിയ 2 നോക്കുക. ഷോർട്ട് സ്പാൻ 3.5 മീറ്ററിനേക്കാൾ കൂടുതലാണ്, ലൈവ് ലോഡ് 3 kN per meter square അതിൽ കൂടുതലോ ആണെങ്കിലും നമ്മൾ എന്തെടുക്കണം? LX/D = 20/30 വാല്യൂ എടുക്കണം. ക്രൈറ്റീരിയ 2. അപ്പോൾ ഇവിടെ ഇനി നോക്കുക, നമ്മുടെ ഷോർട്ട് സ്പാൻ പറയുന്നത് 4 മീറ്റർ ആണ്, ഗ്രേറ്റർ ദാൻ 3.5 ആണ്.
ലൈവ് ലോഡ് പറയുന്നത് 3 kN/mm² ആണ്, m² ആണ്, അതായത് ഈക്വൽ ആണ്. അപ്പോൾ ക്രൈറ്റീരിയ 2 ആണ് വരിക. ക്രൈറ്റീരിയ 2 വരുമ്പോൾ LX/D = 20 to 30 ഉള്ളിലുള്ള വാല്യൂ ആണ്. അപ്പോൾ നമ്മളിവിടെ 25 എന്ന് എടുക്കണം. 20 30 ഉള്ളിലല്ലേ, അപ്പോൾ കറക്റ്റ് 20 എടുക്കണ്ടെന്നുള്ളതിൽ 25 എടുക്കുന്നത്. ഇപ്പോൾ 4000/D = 25. ഇപ്പോൾ D = 4000/25 ചെയ്യുമ്പോൾ നമുക്ക് D എന്ന് പറയുന്നത് 160 mm എന്ന് കിട്ടും. ഇനി ക്യാപിറ്റൽ D കാണാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. സ്മോൾ d എഫക്റ്റീവ് ഡെപ്ത് പ്ലസ് കവർ പ്ലസ് ഡയമീറ്റർ ബൈ 2. അപ്പോൾ എഫക്റ്റീവ് ഡെപ്ത് 160, കവർ എപ്പോഴും 20 കൊടുത്താൽ മതി. ഇനി ഡയമീറ്റർ പറയുന്നത് നമ്മൾ മെയിൻ ബാർ എപ്പോഴും 10 സ്ലാബിൽ എടുക്കുക, അതാണ് 10 എന്ന് കൊടുക്കാൻ കാരണം. 10/2. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ D 185 mm എന്ന് കിട്ടി. ഇനി എഫക്റ്റീവ് സ്പാൻ കണ്ടുപിടിക്കണം. ഇത് 2-way സ്ലാബാണ്. 2-way സ്ലാബ് ബെൻഡ് ചെയ്യണത് LX ഡയറക്ഷനിലും ബെൻഡ് ചെയ്യും, LY ഡയറക്ഷനിലും ബെൻഡ് ചെയ്യും. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1-way സ്ലാബാണ്, അതിൻ്റെ ഷോർട്ടർ സ്പാനിൽ മാത്രമേ അത് ബെൻഡ് ആവുള്ളൂ. 2-way സ്ലാബ് ആകുമ്പോൾ 2 ഡയറക്ഷനിലും. അതുകൊണ്ട് തന്നെ നമുക്ക് LX ഡയറക്ഷനിലുള്ള എഫക്റ്റീവ് ലെങ്ത്തും LY ഡയറക്ഷനിലുള്ള എഫക്റ്റീവ് കണ്ടുപിടിക്കണം. അപ്പോൾ LX എഫക്റ്റീവ് എന്ന് ഞാനിവിടെ എഴുതി, സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ഓർ ക്ലിയർ. LY എഫക്റ്റീവ് എന്നും എഴുതി. LX എഫക്റ്റീവിന് 0.15 പ്ലസ് 4 മീറ്റർ ആണ് സ്പാന്, പ്ലസ് 0.15/2, അതായത് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ്. 150 mm ആണ് തിക്നെസ് ബിയറിങ് പറയുന്നത്. അപ്പോൾ നമുക്ക് 4.15 എന്ന് കിട്ടി. ഓക്കെ, ഇനി അടുത്തത് ക്ലിയർ സ്പാൻ പ്ലസ് ഡെപ്ത് 4 + 16, ഡെപ്ത് 0.16 ആണ്, 4.16 എന്ന് കിട്ടി. ഇതിൽ ലീസ്റ്റ് ഏതാണ്? 4.15 ആണ്. അപ്പോൾ LX എഫക്റ്റീവ് പറയുന്നത് 4.15 മീറ്റർ ആണ്. ഇനി LY ഡയറക്ഷനിൽ ഇതേപോലെ തന്നെ കാണാം. LY എഫക്റ്റീവ് 0.15/2 പ്ലസ് ആണ് LY എന്ന് പറയുന്നത്, പ്ലസ് 0.15/2 6.15 എന്ന് കിട്ടി. ഇതേപോലെ തന്നെ ഇതിൽ ലിസ്റ്റ് 6.15. അപ്പോൾ LY എഫക്റ്റീവും കിട്ടി. LX എഫക്റ്റീവും കണ്ടു, LY എഫക്റ്റീവും കണ്ടു. ഇനി അടുത്ത് കണ്ടത് ലോഡ് കാൽക്കുലേഷൻ ആണ്. ലോഡ് കാൽക്കുലേഷൻ കോമൺ ആയതുകൊണ്ട് നമുക്ക് അവിടെ ലെങ്ത്തിൻ്റെ കാര്യങ്ങളൊന്നും വരുന്നില്ല. സെൽഫ് വെയിറ്റ് ഇത് സ്ലാബിൻ്റെ ലെങ്ത് ആണ് കേട്ടോ, അല്ലാതെ LX-ഉം LY അല്ല. നമ്മൾ 1 മീറ്ററിനല്ല ഡിസൈൻ ചെയ്യുക. 4 മീറ്ററും 6 മീറ്ററും ആണ് ടോട്ടൽ സ്ലാബ് ലെങ്ത്ത്. പക്ഷേ അതിൽ നമ്മൾ 1 മീറ്ററിനുള്ളതാണ് ഡിസൈൻ ചെയ്യുക, അതിനുള്ള ലോഡാണ് കാൽക്കുലേറ്റ് ചെയ്യണത്. അപ്പോൾ 1 × 1 D അറിയണത് 185 mm ആണ്, അതായത് 0.185 ഇൻറ്റു യൂണിറ്റ് വെയിറ്റ് 25, 4.625 എന്ന് കിട്ടി. ലൈവ് ലോഡ് തന്നിട്ടുണ്ട്, ഫ്ലോർ ഫിനിഷ് തന്നിട്ടില്ല. ഞാൻ ഇവിടെ 1 kN/m² എന്ന് അസ്യൂം ചെയ്തു കേട്ടോ. ടോട്ടൽ ലോഡ് അറിയണത് ഇത് 3 കൂടി ആഡ് ചെയ്തു. അപ്പോൾ 8.625 എന്ന് കിട്ടി. ഇനി ഇവിടെ മൊമെൻറ്റ് കാണുന്ന സമയത്ത് നമുക്ക് LX ഡയറക്ഷനിലും LY ഡയറക്ഷനിലും 2 ഡയറക്ഷനിലും കാണേണ്ടതുകൊണ്ട് ഞാൻ അപ്പം മൊമെൻറ്റിനെ ഫാക്ടർ ചെയ്യാൻ പറ്റില്ല. നമ്മൾ MX ഒരു കോഡിലുള്ള ഇക്വേഷനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ആദ്യം തന്നെ ഫാക്ടേർഡ് ലോഡ് കണ്ടുപിടിച്ചു. ഈ ലോഡിനെ ആദ്യം തന്നെ ഫാക്ടർ ചെയ്തു, 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 12.93 എന്ന് കിട്ടി. അടുത്ത മൊമെൻറ്റ് കാൽക്കുലേഷൻ ആണ്. മൊമെൻറ്റ് കാൽക്കുലേഷന് നമ്മളെ കോഡിലൊരു ഇക്വേഷൻ ഉണ്ട്. IS 456 പേജ് നമ്പർ 91 നമുക്ക് സ്ലാബ് സ്പാനിങ് ഇൻ 2 ഡയറക്ഷൻ അനെക്സ് D അതിൽ 91 = α(x) × W LX², my = α(y) × W LX² തന്നെയാണ്. രണ്ടിടത്തും LX² തന്നെയാണ്, LY² അല്ല. അത് നോക്കണം കേട്ടോ. ഇക്വേഷനുള്ള അതുപോലെ തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് X അറിയണത് ഷോർട്ടർ സ്പാൻ ആണ്, Y അറിയണത് ലോങ്ങർ സ്പാൻ ആണ്. പക്ഷേ X ഇവിടെ LX എടുക്കുന്നത് രണ്ടിടത്ത് LX തന്നെയാണ് ഇക്വേഷനിൽ. ഇനി α(x) എന്ന് പറയുന്നത് നമുക്ക് കാണുന്നത് ഇതാ ഇതിൽ നിന്നാണ്. അതിനാദ്യം LY/LX ചെയ്യണം. LY എഫക്റ്റീവ് ഡിവൈഡഡ് ബൈ LX എഫക്റ്റീവ് ആണ് ചെയ്യേണ്ടത്, അല്ലാതെ നമ്മൾ നോർമൽ LY/LX അല്ല. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. ആ കിട്ടണ വാല്യൂ ഇതിൻ്റെ ഇടയിൽ ചിലപ്പം ഇൻ ബിറ്റ്വീൻ ആവാം. അങ്ങനെയാണെങ്കിൽ α(x)ന് 2 വാല്യൂ ഉണ്ടാവും. ഇതൊന്ന് ഇൻ്റർപോളേറ്റ് ചെയ്തിട്ട് കറക്റ്റ് വാല്യൂ എടുക്കുക. α(y)ക്കും 2 വാല്യൂ ഉണ്ടാവും, ഇൻ്റർപോളേഷൻ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് നോക്കാം ഇനി ഇക്വേഷൻ എങ്ങനെ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് മൊമെൻറ്റ് കാൽക്കുലേഷൻ ആണ്. ആദ്യം ഞാൻ LY എഫക്റ്റീവും LX എഫക്റ്റീവും കണ്ടുപിടിച്ചു. 6.15 ഡിവൈഡഡ് ബൈ 4.15 1.48 എന്ന് കിട്ടി. ഇനി LX ഡയറക്ഷനും LY ഡയറക്ഷനും 2 ആക്കി ഡിവൈഡ് ചെയ്ത് ചെയ്യാണ്. നിങ്ങൾ സെപ്പറേറ്റ് ഒന്ന് LX ഡയറക്ഷൻ കണ്ടുപിടിച്ചിട്ട് പിന്നെ ഒന്ന് കണ്ടുപിടിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇത് രണ്ടും ഒരുമിച്ച് ചെയ്തു പോയതാണ്. MX = x × W LX², MY = α(y) × W LX². അപ്പോൾ α(x) എന്ന് പറയുന്നത് 1.4 നമുക്ക് കിട്ടുന്നത്. ഇവിടെ LY എഫക്റ്റീവ് LX എഫക്റ്റീവും ചെയ്യുമ്പോൾ 1.48 ആണ് കിട്ടുന്നത്. ഈ 1.48 എന്ന് പറയുന്നത് 1.4ൻ്റെയും 1.5ൻ്റെയും ഇടയിലാണ് അല്ലേ. അപ്പോൾ ഈ 2 ഇടയിലാണ് α(x) വരിക, ഈ 2 വാല്യൂവിൻ്റെ ഇടയിലാണ് α(y) വരിക. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. 1.4ന് നേരെ 0.0099, 1.5
0.104 അത് എഴുതി. വരയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം 1.4ൻ്റെ നേരെ 0.009, അപ്പോൾ ഇത്ര വരെ വരച്ചു. 1.5ൻ്റെ നേരെയാണ് ഹയർ, അപ്പോൾ അത് കുറച്ച് ഹയർ ആക്കി വരച്ചു. ഇനി ഇതിൻ്റെ ഇവിടുന്ന് നേരെ സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങോട്ട് ഇട്ടു, ഈ ട്രയാങ്കിൾ ക്ലോസ് ചെയ്തു. ഇനി നമ്മളെ റൂള് A/B = ചെറിയ ട്രയാങ്കിളിൻ്റെ സൈഡ് C, വലിയ ട്രയാങ്കിളിൻ്റെ സൈഡ് D. A/B = C/D. ഇവിടെ എൻ്റെ സ്ഥാനത്ത് X ആണ്. ഇനി ബീൻ്റെ സ്ഥാനത്ത് എന്താ 0.104 മൈനസ് ഇവിടുത്തെ വാല്യൂ എന്താ, ഇവിടെ എന്താണോ വാല്യൂ അതന്നെ ഇവിടെ വരിക. അതാണ് 0.104 മൈനസ് 0.099 എന്ന് വന്നു. = ഇനി ഇത് പറഞ്ഞാൽ ചെറിയ ട്രയാങ്കിളിൻ്റെ സൈഡ് അറിയണത് ഇതാണ്. ചെറിയ ട്രയാങ്കിൾ അറിയണത് 1.48 ആണ് ഇവിടെ, മൈനസ് 1.4 അതാണ് ചെറിയ ട്രയാങ്കിളിൻ്റെ സൈഡ്. ഇനി വലിയ ട്രയാങ്കിളിൻ്റെ സൈഡ് അറിയണത് ഇതാണ്. വലിയ ട്രയാങ്കിൾ കണ്ടില്ലേ, ഈ ലെങ്ത്താണ് വലുത്. അപ്പോൾ 1.5 മൈനസ് 1.4. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, എക്സ് കിട്ടും. അതേപോലെ തന്നെ ഇവിടെ ഇനി LYയിൽ നോക്കുക. ആൽഫ വൈ 0.051, 1.046, 1.4ന് നേരെയാണ് ഇവിടെ വലിയ വാല്യൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇത് ചെറുതായതുകൊണ്ട് ഈ ഭാഗത്ത് ചെറുതായിരുന്നു. പക്ഷെ ഇവിടെ വലിയ വാല്യൂ ഹയർ ലൈൻ വരയ്ക്കേണ്ടത് ഇവിടെയാണ്. നേരത്തെ ഇങ്ങോട്ടുള്ള ട്രയാങ്കിൾ ഇപ്രാവശ്യം ഇങ്ങോട്ടാണ് വരുന്നത്. സെയിം തന്നെയാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. x/2 എക്സ് ഇവിടെ വന്നു. ഇവിടെ എന്താ x/A/B അല്ലേ. 0.051 മൈനസ് 0.046 = ചെറിയ ട്രയാങ്കിളിൻ്റെ സൈഡ് 1.5 മൈനസ് 1.48, ട്രയാങ്കിൾ 1.5 മൈനസ് 1.4. നമുക്ക് ഇങ്ങനെ വരും. x/0.005 ഇവിടെ 0.08, 0.1. എക്സിന് എന്ത് ചെയ്തു, ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു, /0.1. എക്സ് കിട്ടി 0.004 എന്ന് കിട്ടി. അതായത് ഇപ്പോൾ നമുക്ക് ഈ ഡിസ്റ്റൻസ് കിട്ടി 0.004. ഈ വാല്യൂവിൻ്റെ കൂടെ നമ്മളെ ഈ ഡിസ്റ്റൻസ് ആഡ് ചെയ്യുമ്പോഴാണ് ഈ 0.104 കിട്ടുക. അപ്പോൾ ഈ 0.099ൻ്റെ കൂടെ ഈ എക്സ് ആഡ് ചെയ്യുമ്പോഴാണ് ഇവിടുത്തെ ഡിസ്റ്റൻസ്. അപ്പോൾ അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. നോക്കിയാൽ മതി. 0.099 പ്ലസ് പോയിന്റ് നമുക്കിപ്പോൾ കിട്ടിയ എക്സ് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ 0.103 അതാണ് ആൽഫ എക്സ് അറിയണത്. അതേപോലെ തന്നെ വൈൻ്റെതും ചെയ്യുക. കണ്ടോ, 0.005 മൾട്ടിപ്ലൈ ചെയ്തു, വൈ 0.047 കിട്ടി. അതെന്ത് ചെയ്തു, ഇവിടെ നമ്മളെ വാല്യൂ എത്രയായിരുന്നു, 0.046ൻ്റെ കൂടെ ആ എക്സ് ആഡ് ചെയ്തു. അതാവുമ്പോൾ നമ്മളെ 0.001ൻ്റെ കൂടെ 0.0046 ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ 0.047 കിട്ടി ആൽഫ വൈ. ഇനി MX കാണാം. ആൽഫ എക്സ് × WLX². ആൽഫ എക്സ് 0.103, W പറയണത് ലോഡ്, നമുക്ക് ടോട്ടൽ ലോഡ് കിട്ടിയിട്ടുണ്ട് 12.93, LX പറയണത് 4.15², 22.93 kN/m എന്ന് കിട്ടി നമ്മൾ MUX കേട്ടോ. MU വൈ അറിയണത് 0.047 × 12.93 × 4.15², 10.46 എന്നും കിട്ടി. ഇനി അടുത്ത കണ്ട AST ആണ്. നമുക്ക് രണ്ട് മൊമെൻറ്റും വെച്ചിട്ട് AST കാണണം. അപ്പോൾ ആദ്യം ഞാൻ AST LX ഡയറക്ഷനിൽ കാണുകയാണ്. അതായത് 22.93 എന്നുള്ള മൊമെൻറ്റ് വെച്ചിട്ടുള്ള AST ഇക്വേഷനിൽ കൊടുക്കുക. 0.87 FY AST D - AST FY/BFCK ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ ഇതേപോലെ 0.87 ഇൻറ്റു ഇത് 361.05 AST കിട്ടി. ഇതിനെ ചെയ്യുമ്പോൾ 0.0275 AST എന്ന് വരും. ഇതിനിങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 57,768 AST മൈനസ് ഇതിനിങ്ങോട്ട് മൾട്ടിപ്ലൈ 0.49 AST × AST AST² എന്ന് വരും. ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്യുക. AX² മൈനസ് BX പ്ലസ് C = 0 എന്ന് എഴുതി. അതായത് 7.49 മൈനസ് 577,768 AST പ്ലസ് 22.93 × 10⁶ = 0 മൈനസ് B പ്ലസ് ഓർ മൈനസ് -4AC/2A കൊടുക്കുക. അതിൽ കൊടുക്കുമ്പോൾ നമുക്ക് ഇതേപോലെ സോൾവ് ചെയ്ത് വരുമ്പോൾ ഇതേപോലെ ആദ്യം ഇതിൻ്റെ സ്ക്വയർ കണ്ടു, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തു, എന്നിട്ട് അതിൽ നിന്ന് മൈനസ്, എന്നിട്ട് അതിൻ്റെ റൂട്ട് കണ്ടു. അതിന് ശേഷം എന്ത് ചെയ്യുക, രണ്ട് വാല്യൂ ഉണ്ടാവും, പ്ലസും മൈനസും ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ പ്ലസും മൈനസും വെച്ചിട്ട് നമ്മൾ രണ്ട് AST കണ്ടുപിടിക്കുക. AST1 AST2 കണ്ടുപിടിക്കുക. അതിൽ നിന്ന് ലീസ്റ്റ് വാല്യൂ ആണ് നമ്മൾ AST വരിക. ഇനി നമ്പർ ഓഫ് ബാർ, മെയിൻ ബാർ എപ്പോഴും 10 mm ഡയമീറ്ററിൻ്റെ ബാറാണ് കൊടുക്കുക. അപ്പോൾ AST / π/4 ഒരു ബാറിൻ്റെ ഏരിയ π/4 × D², 10², 5.34 എന്ന് കിട്ടി. 5 നമ്പേഴ്സ്. ഇനി എത്ര സ്പേസിങ്ങിലാണ് കൊടുക്കണമെന്ന് അറിയണം. 1000 സ്മോൾ AST / ക്യാപിറ്റൽ AST 3D or 300 mm. അതായത് 1000 ഇൻറ്റു ഇവിടെ ഒരു ബാറിൻ്റെ ഡയമീറ്റർ π/4 × 10² ഡിവൈഡഡ് ബൈ നമ്മളെ AST 187.08 എന്ന് കിട്ടി. അതിന് 185 mm ഞാൻ റൗണ്ട് ചെയ്തു. താഴത്തേക്കാണ് റൗണ്ട് ചെയ്യുക. ഇതിലെ മൂന്നെണ്ണത്തിൽ ലിസ്റ്റ് എന്ന് പറയണത് നോക്കിയാൽ മതി.
185 mm ആണ്. അപ്പോൾ സ്പേസിങ് 185 ആണ്. അപ്പോൾ അങ്ങനെ എഴുതാം. പ്രൊവൈഡ് 5 നമ്പർ ഓഫ് 10 mm ഡയമീറ്റർ ബാർ സെറ്റ് 185 mm സെൻറ്റർ ടു സെൻറ്റർ സ്പേസിങ്. ഇനി അടുത്തത് ഡിസ്ട്രിബ്യൂഷൻ ബാർ കാണണം. അപ്പോൾ നമ്മൾ മെയിൻ ബാർ ആണ് കണ്ടത്. 0.12% ഓഫ് BD. എന്നിട്ട് അപ്പോൾ പോയിന്റ് പറയുന്നത് 1000 mm ആണ്. D എന്ന് പറയുന്നത് 185 ആണ്. അപ്പോൾ നമുക്ക് 222 mm² കിട്ടും. ഇനി അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് കിട്ടി. ഇനി നമ്പർ ഓഫ് ബാർ 8 ആണ് ഡിസ്ട്രിബ്യൂഷന് കൊടുക്കുന്ന ഡയമീറ്റർ. 4.41 എന്ന് കിട്ടി, അതായത് 5 നമ്പേഴ്സ് എന്ന് കിട്ടി. ഇനി സ്പേസിങ് പറയുന്നത് 1000 AST/AST 5D 450 mm. ഇത് ചെയ്യുക. ഇവിടെ π/4 8² കൊടുക്കുക. നമ്മൾ കൊടുത്ത ഡയമീറ്റർ എത്രയാണോ അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഒരു ബാറിൻ്റെ ഏരിയ ഡിവൈഡഡ് ബൈ ടോട്ടൽ AST ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ 226 എന്ന് കിട്ടി. അതിന് 220 റൗണ്ട് ചെയ്തു. 5D ചെയ്തു. 450 സ്പേസിങ് ഇവിടെ 220. ഹെൻസ് പ്രൊവൈഡ് 5 നമ്പർ ഓഫ് 8 mm അറ്റ് 220 mm സെൻറ്റർ ടു സെൻറ്റർ എന്ന് എഴുതി വെച്ചു. ഇനി ഇതേപോലെ LY ഡയറക്ഷനിലും നിങ്ങളിപ്പോൾ ചെയ്തപ്പോൾ ഞാൻ LX ഡയറക്ഷൻ്റെയാണ് ചെയ്തത്. LX ഡയറക്ഷനിൽ നമ്മൾ MUX ഇക്വേഷൻ കൊടുത്തിട്ട് എന്ത് ചെയ്തു, AST സോൾവ് ചെയ്തു. ഇതേപോലെ LY ഡയറക്ഷനിൽ ഇവിടെ MUY എന്ന് കൊടുത്തിട്ട് 10.46, ബാക്കിയൊന്നും ഇവിടെ നിന്ന് മാറ്റണ്ടാവില്ല. 10.46 എന്നുള്ള ഇക്വേഷൻ കൊടുത്തിട്ട് ഇതേപോലെ AST സോൾവ് ചെയ്യുക. AST സോൾവ് ചെയ്ത് നമുക്ക് 2 AST കിട്ടും. അതിൽ ഒരു AST കണ്ടുപിടിക്കുക. എന്നിട്ട് അതിൻ്റെ മെയിൻ ബാറിൽ എത്ര നമ്പർ ഉണ്ട് ഇതുപോലെ കണ്ടുപിടിക്കുക. അതിൻ്റെ സ്പേസിങ് കണ്ടുപിടിക്കുക. അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ സെയിം തന്നെ ആയിരിക്കും. B/D ഒക്കെ സെയിം തന്നെയാണ്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ അതേപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഒന്ന് തന്നെ മതി, രണ്ടെണ്ണത്തിന് വേണ്ട. മെയിൻ ബാർ എത്രയെന്നുള്ളത് കണ്ടുപിടിക്കുക. അതിന് ശേഷം അടുത്ത് ചെയ്യാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഷിയറിൻ്റെ ചെക്ക് ചെയ്യാനുണ്ട്. ടോ = VU/BD. VUX-ഉം VUY-യും കാണണം. VUX പറയണത് WLX എഫക്റ്റീവ് ആണ്. അതായത് W പറയണത് 12.93, LX എഫക്റ്റീവ് പറയണത് 4.15/2. അപ്പോൾ നമുക്ക് VUX കിട്ടും. ആദ്യം VUX എന്ന് കിട്ടിയിട്ട് ടോവി കണ്ടുപിടിക്കുക. ടോവിയും ഡോസും ചെക്ക് ചെയ്യുക. അതിൽ സേഫ് ആണെങ്കിൽ മിനിമം റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുക. അല്ല അൺസേഫ് ആണെന്നുണ്ടെങ്കിൽ നമ്മളെ സിറപ്പ് കൊടുക്കുക. അടുത്തത് TOV2, അതായത് VUY-ൻ്റെത് ഇവിടെ W ഈ വാല്യൂ വെച്ചിട്ട് ഇവിടെ VU-ന് കൊടുത്തിട്ട് അതും ചെയ്യുക. ചെക്ക് ഫോർ ഷിയർ. എന്നിട്ട് വരയ്ക്കേണ്ടത് ഡയഗ്രത്തിൻ്റെ ഫിഗർ ഞാൻ നിങ്ങൾക്ക് അയച്ചുതരാം എങ്ങനെയാണ് ഡയഗ്രാം വരയ്ക്കേണ്ടത് എന്നുള്ളത്.